നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു കാലത്തും അടുക്കില്ല എന്ന് കരുതുന്ന രണ്ട് രാജ്യങ്ങൾ, അത് ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് ചൈനയുമാണ്. എന്നാൽ ട്രംപിന്റെ ചില മണ്ടത്തരങ്ങൾ കൊണ്ട് ഇപ്പോൾ ചൈന ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയാണ്. ഇങ്ങോട്ട് നിരന്തരം കോളുകൾ, വ്യാപാര ബന്ധത്തിനും അതുപോലെ തന്നെ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുമൊക്കെ ഷീ ജിൻപിങ് മോദിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കാൻ പോകുന്നൊക്കെയുണ്ട്. നമുക്ക് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ശത്രുത എന്ന് പറയുന്നത് അതിർത്തികൾ തമ്മിലുള്ളതാണ്. പക്ഷേ ആ അതിർത്തി തർക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയോട് അടുക്കാൻ ചൈന തയ്യാറാകുന്നു എന്നുള്ളത് ഒരു വശത്ത്. ഇതിനെ ഭയപ്പാടോടെ കാണുകയാണ് ഈ പറയുന്ന മോദി. ഈ താരിഫ് യുദ്ധം കൊണ്ടുവന്നത് അടിമുടി സ്വന്തം മൂട്ടിൽ തന്നെ പൊട്ടിയ ഒരവസ്ഥയാണ് ട്രംപിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം, ഇതുവരെ റഷ്യ യുക്രൈൻ യുദ്ധം ഞാനങ്ങ് അവസാനിപ്പിക്കും എന്നായിരുന്നു ഇതുവരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ കാരണമാകുന്നു എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മോദി പറഞ്ഞാൽ പുടിൻ ഒരു പക്ഷേ കേൾക്കും എന്നുള്ള ഒരു വാദം വരുന്നു. ഇതോടുകൂടി അടിമുടി നാണക്കേടിലേക്ക് ട്രംപ് വീഴുന്നു. ഇതുകൂടാതെ ഇപ്പോൾ ഇന്ത്യയോട് ഇരക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് ശുപാർശ ചെയ്യൂ എന്നൊക്കെയുള്ള നീക്കത്തിലേക്കും എത്തിയിരിക്കുന്നു. ശരിക്കും നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ആ ഒരു ഇരു രാജ്യങ്ങൾ തമ്മിൽ അടുക്കുന്നതിന്റെ ഒരു ശുഭസൂചനകളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അവർ തമ്മിൽ അടുക്കുന്നു. അതിനൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ശക്തികൾ, വൻ ശക്തികൾ. ഒന്ന് നമ്മുടെ ഇന്ത്യ, രണ്ട് പുടിന്റെ റഷ്യ, പിന്നെ ചൈന. ഇവർ മൂന്ന് പേരും തമ്മിലെടുക്കുന്നു. റഷ്യയും ചൈനയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടാകാൻ പോകുന്നു. ഇന്ത്യയും ചൈനയുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകാൻ പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക നേതാക്കളെല്ലാം ഇപ്പോൾ മോദിയെ ടെലിഫോണിൽ വിളിക്കുകയാണ്. എല്ലാവർക്കും മോദിയുമായി സംസാരിക്കണം, മോദിയെ അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നു, മോദി അവരെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. ഇപ്പോൾ മോദി ചൈനയിൽ പോയിരിക്കുകയാണ്. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ടിയാൻജിൻ സിറ്റിയിൽ ഉച്ചകോടി നടക്കുന്നുണ്ട് ചൈനയിൽ. അതിലേക്ക് മോദി പോയിട്ടുണ്ട്. അതിൽ പ്രധാന വിഷയം പറയുന്നത് പ്രാദേശിക സുരക്ഷ, ഭീകരവാദം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഉച്ചകോടിയിൽ ചർച്ചയാകുക. അതിൽ നമുക്കിപ്പോൾ ഈ സമയത്ത് ഏറ്റവും പ്രധാനമാണ് വ്യാപാരത്തിൽ വരുന്നത്. കാരണം ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യയെ ഒറ്റയടിക്കങ്ങ് നശിപ്പിച്ചു കളയാമെന്നുള്ള രീതിയിലാണ് താരിഫ് നമ്മുടെ ഇടയ്ക്ക് വന്നത്, 50% താരിഫ് വന്നത്. പക്ഷേ ഇപ്പോൾ വ്യവസായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ചൈനയുമായിട്ടെന്ന് പറയാൻ തന്നെ 2020 ഗാൽവൻ സംഘർഷത്തിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് മോദി ചൈന സന്ദർശിക്കുന്നത്. ഒടുവിൽ ചൈന സന്ദർശിച്ചത് 2019 അപ്പോൾ ഉച്ചകോടിക്കിടെ മോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അനൗദ്യോഗികമായിട്ടും കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നാണ് വിവരം. അപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വേറൊരാൾ മോദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സെലൻസ്കി. എന്തെല്ലാമാണ് കാര്യങ്ങൾ, അപ്പം നമ്മുടെ കാര്യം പറയണം എന്ന് പറഞ്ഞ് സെലൻസ്കി മോദിയെ ഒരു ദൂതനായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം റഷ്യ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മോദി ഒരു വാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. ഇതും വലിയ ചർച്ചയാവുന്നു. അപ്പോൾ ലോക നേതാക്കളിൽ എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിട്ട് വരുന്നൊരു സംഭവമാണ് ഇതെല്ലാം വെച്ച്. കാരണം ഈ ടിയാൻജിൻ പിങ്ങിൽ വെച്ച് കഴിഞ്ഞ് എന്തെല്ലാം സംഭവിക്കും, ഉഭയകക്ഷി കൂടിക്കാഴ്ച നടക്കുന്നു, ഈ സമയത്ത് എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ മോദി ഇവരോട് പറയും, പുടിനോട് പറയും, പുടിൻ എന്തെല്ലാം കാര്യങ്ങൾ സമ്മതിക്കും. അതിൽ തന്നെ ചോദിക്കുന്നു, മോദി പറഞ്ഞാൽ പുടിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന ടാഗ് ലൈനിലിട്ടിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ട്രംപിന്റെ ഒരു ശോഭ അങ്ങ് മങ്ങിപ്പോവുകയാണ്. ഒരു തരത്തിലും ഈ യുദ്ധങ്ങളൊന്നും അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായ കളികൾ കാണേണ്ടത്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ രാജ്യങ്ങളോടും നയതന്ത്രപരമായി പെരുമാറുന്നതും ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണ്. അല്ലാതെ താരിഫ് യുദ്ധം കൊണ്ടുവരികയും മറ്റുള്ള രാജ്യങ്ങളെ അവഹേളിക്കുകയും ആ രാജ്യങ്ങളുടെ തലവന്മാരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ട്രംപ് കരുതുന്നത് താനങ്ങ് വലിയൊരു നേതാവായി, എന്നെ എതിർക്കാൻ ആരുമില്ല എന്നുള്ള കണക്കുകൂട്ടലൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനെല്ലാം പൊളിച്ചെഴുതുകയാണ് ഇന്ത്യ. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയോടാണ് ഇപ്പോൾ അമേരിക്ക അടിപതറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്നെ നടത്തുമ്പോൾ അദ്ദേഹവും കണക്ക് കൂട്ടുന്നത് ഇന്ത്യ ഇടപെട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ളത് തന്നെയാണ്, ആ ബോധ്യമാണ്. പിന്നൊരു ഭീതി ട്രംപിനുള്ളത്
അപ്പോൾ ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. 3 നേതാക്കളും തമ്മിൽ ചർച്ച നടക്കുമ്പോൾ ആയുധ കരാർ വീണ്ടും റഷ്യയുമായിട്ട് ഇന്ത്യ ഒപ്പുവെക്കുമോ എന്നുള്ള ഒരു ആശങ്ക ട്രംപിനുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള കരാറുകൾ റദ്ദാക്കുമോ? നമുക്കറിയാം റഷ്യൻ ആയുധങ്ങൾ തന്നെയാണ് ഏറ്റവും കരുത്തുള്ളവയെന്ന് ഏതാണ്ട് നമുക്ക് ലോകത്തിന് ബോധ്യമുള്ളതാണ്. കാരണം F-35 അവസ്ഥ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിലെ നമ്മൾ അടിച്ചിട്ടതാണ് F-35 അമേരിക്കയുടെ. പക്ഷേ സുഖോയ് 57 അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ആ ഒരു കരാറിന് വേണ്ടി ഇനി എന്തെങ്കിലും നീക്കുപോക്കൊക്കെ നടക്കുമോ, കൂടുതൽ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് എത്തുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് വഴിയെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ട്രംപിന് ഈ കാര്യങ്ങളിൽ ഒരു അക്ഷരം പറയാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതിൽ ഏറ്റവും വലിയ നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന റഷ്യ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മോദി അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു 4 തവണ ട്രംപ് ഫോണിൽ വിളിച്ചിട്ട് മോദി സംസാരിക്കാൻ തയ്യാറായില്ല. വിളിച്ചപ്പോൾ പോലും ഫോൺ എടുത്തു. പക്ഷെ ട്രംപ് വിളിച്ചപ്പോൾ മോദി ഫോൺ എടുത്തില്ല. അപ്പോൾ ഇന്ത്യക്കുള്ള നീരസം പ്രകടമാക്കിയതാണ് അത്. അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയായതാണ്. അപ്പോൾ BBC-യിലൊക്കെ വാർത്തയായതാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വൈറ്റ് ഹൗസിൽ പൊട്ടി നിൽക്കുകയാണ് ട്രംപ് എന്ന് പറയേണ്ടി വരും. അതുപോലെ ട്രംപാണ് നോബൽ സമ്മാനത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മോദി പറഞ്ഞത് എന്തായിരുന്നു? സെലൻസ്കി വിളിച്ചപ്പോൾ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ഏത് ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അപ്പോൾ ശരിക്കും പറയേണ്ടത് ഇത് ട്രംപാണ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. സെലൻസ്കി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ മോദി ഇതിനുവേണ്ടി സഹായിക്കുമോ ചോദിച്ചപ്പോൾ മോദിയുടെ ഉത്തരം ഇതായിരുന്നു: സ്ഥിരതയും അതുപോലെ തന്നെ സമാധാനവും പുനഃസ്ഥാപിക്കാൻ എന്ത് നീക്കം നടത്തുവാണെങ്കിലും ഞങ്ങൾ അതിന്റെ കൂടെയുണ്ട്, ഇന്ത്യ അതിന്റെ കൂടെയുണ്ട്. ഇതിനോട് ബന്ധിച്ചിട്ട് തന്നെ യുക്രൈനുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം സെലൻസ്കി പ്രധാനമന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞു. സംഘർഷം സമാധാനപരമായിട്ട് പരിഹരിക്കാൻ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഉണ്ട് എന്ന് പറഞ്ഞതിന് മോദിയോട് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഇനി മോദിക്കാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയം വരുന്നത്. പക്ഷെ മോദി അതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സമയത്താണ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ആഗോള വിപണിയെ വളരെ അസ്വസ്ഥമാക്കുന്ന ഈ സാഹചര്യം അതുകൂടി ഇതിൽ പ്രധാനമാണ്. എല്ലാവരും തന്നെ ഇത് മാത്രം ആലോചിച്ചാൽ നിൽക്കുന്നത്. കാരണം ഇത് റഷ്യക്കെതിരെ താരിഫ് വന്നിട്ടുണ്ട്. വലിയ താരിഫാണ് റഷ്യക്കെതിരെ വന്നിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ താരിഫ് ഇട്ടിട്ടുണ്ട്, ഇന്ത്യക്കെതിരെ താരിഫ് ഇട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആണ് ഒരുമിക്കാൻ പോകുന്നത്. അപ്പൊ അമേരിക്കക്കെതിരെ എന്തോ ഒരു വലിയ പണിയാണ് വരാൻ പോകുന്നത്. കാരണം ഇന്ത്യക്കുണ്ടായതിനേക്കാൾ വലിയ നിരോധനങ്ങളാണ് റഷ്യക്ക് മേലെയിട്ടിട്ടുള്ളത്. തന്നെയല്ല, ഇങ്ങനെ ഒരു ചർച്ച നടക്കാൻ പോകുമ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കെ മോദി അവിടെ എത്തിയിട്ടുണ്ട്. ചർച്ച നടന്നുകൊണ്ടിരിക്കെ നമ്മൾ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയെ വലിയ രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ ഈ പറയുന്ന ട്രംപിന്റെ അടുത്ത അനുയായിയും ശിങ്കിടിയുമായ ഒരാള് പ്രഖ്യാപിച്ചിരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് കാരണമായത് ഇന്ത്യയാണ് എന്ന്. അതായത് യുദ്ധം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇന്ത്യ ആണെന്നാണ് അമേരിക്ക മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് കൊണ്ടാണ് വലിയ സാമ്പത്തിക സഹായമാണ് റഷ്യയിലേക്ക് എത്തുന്നത്. ആ കരുത്തുകൊണ്ടാണ് ഈ പറയുന്ന റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തുന്നത്. ഇതിലും വലിയ ലോക മണ്ടത്തരം വേറെ കാണത്തില്ല. അപ്പൊ ഈ അമേരിക്ക എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു കുറച്ച് കോമൺ സെൻസ് ഉള്ള ഇവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ ലോക പോലീസാണ്, ലോകം ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന്. പക്ഷേ അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ് ഈ പറയുന്ന 2ാം തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ കൂടെ ഉള്ളവരെല്ലാം പറയുന്നത്. ഒരു സംശയം എനിക്കുള്ളത്, ട്രംപിന് ഇപ്പോൾ 79 വയസ്സായി. ഇനി ഒരു വരവില്ല. വയസ്സായതിന്റെ വല്ല പ്രശ്നമാണോ? അല്ല, പക്ഷെ ഇത് ഒരു ട്രംപിന് മാത്രമാണ് ഈ പ്രശ്നമെങ്കിൽ കുഴപ്പമില്ല. കൂട്ടത്തിലുള്ളതെല്ലാം അത്തരത്തിലുള്ളതാണ്. അതാണ് ഈ യുദ്ധത്തിന് കാരണം ഇന്ത്യ ആണ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, എത്രത്തോളം വിഡ്ഢിത്തരമാണ് ഇവർ പറയുന്നത്. ചുമ്മാതല്ല ഈ മാധ്യമങ്ങൾ ഈ പറയുന്ന പോലെ ട്രംപ് ഒരു പൊട്ടനാണ് എന്ന്. ഇപ്പൊ വേറൊരു ട്രംപ് മരിച്ചു, കൊന്നത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള മീമുകളും ട്രോളുകളും ഒക്കെ വരുന്നുണ്ട്. അത് എന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തിനെ കുറിച്ചും ഒരു ചർച്ചകൾ വരുന്നുണ്ട്. കാലില് നീര്, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കയ്യിന് എന്തോ ചതവുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഊർജ്ജസ്വലനാണ് എന്നുണ്ടെങ്കിലും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു 2 കിളി എവിടെയോ പറന്നു പോയിട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ അതുപോലുള്ള വാർത്തകൾ വരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുകയും അത് മറ്റു രാജ്യങ്ങളെ വീണ്ടും ചൊടിപ്പിക്കുന്ന ഒരു നിലപാടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അങ്ങനെ ഈ യുദ്ധങ്ങളൊക്കെ നടന്നപ്പോഴും ഒന്ന് ഓർത്ത് നോക്കണ്ടേ, ഈ രാജ്യങ്ങളുമായെല്ലാം ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ഈ പറയുന്ന ഇന്ത്യ. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നു, അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു നിലപാടെന്തായിരുന്നു? യുദ്ധത്തോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, സമാധാനമാണ് വേണ്ടത്, സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലാതെ ഒരു രാജ്യത്തിൻ്റെയും യുദ്ധക്കൊതിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് പുടിനോടും പറഞ്ഞ കാര്യമാണ്. പുടിനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന മോദിയും. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എത്രത്തോളം ഉള്ളതാണെന്ന്. ആ ഒരു ബന്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് പറഞ്ഞത്. യുദ്ധത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, യുക്രൈനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം എന്നാണ് പുടിനോട് മുൻപ് പലതവണ ഫോണിൽ സംസാരിച്ചപ്പോഴും നേരിട്ട് സംസാരിച്ചപ്പോഴും മോദി പറഞ്ഞത്. അതുപോലെ തന്നെ സെലൻസ്കിയോടും ഇതേ നിലപാട് തന്നെയാണ്, ഇസ്രയേലിനോടും ഇറാനോടും ഇതേ നിലപാട് തന്നെയാണുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്ന് സംസാരിക്കാൻ ഇതുവരെ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അങ്ങനെ ഏതെങ്കിലും ഒരു ചായ്വ് നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിലെല്ലാം കൃത്യമായ നിലപാട് ഇന്ത്യ എടുത്തിട്ടുണ്ട്, ഇന്ത്യ നിലപാട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു യുദ്ധം ഉണ്ടാകാൻ കാരണക്കാർ ഇന്ത്യ ആണ് എന്നുള്ള അമേരിക്കയുടെ ആ കടന്ന പ്രയോഗം, അതിനെ ഒന്നും നമുക്ക് അംഗീകരിച്ച് തരാൻ കഴിയുന്നതല്ല. അതിനിപ്പോൾ എത്ര വലിയേട്ടനാണെങ്കിലും ഏത് ലോകം ഭരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും അതിനോടൊന്നും അതിനെയൊക്കെ എതിർക്കേണ്ടത് തന്നെയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നിൽ നിന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത നിമിഷം പ്രതികരിച്ചത് ഈ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു അത് ട്രംപ് എന്താണ് എന്നുള്ളത് ലോക നേതാവാണെന്നൊക്കെ അറിയാം, അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് എസ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഞങ്ങൾക്ക് വേറൊരു രാജ്യത്തിന്റെ മധ്യസ്ഥത ആവശ്യമില്ല, അത് ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങൾ പരിഹരിക്കും. അത് കൃത്യമായ നിലപാടായിരുന്നു എസ് ജയശങ്കർ പറഞ്ഞത്. അത് കഴിഞ്ഞ് മോദിയും അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷങ്ങളും എല്ലാം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കശ്മീർ ആണ് പ്രധാന വിഷയം, കശ്മീർ ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്, അവിടെ ഞങ്ങൾക്ക് മൂന്നാമതൊരാളുടെ മധ്യസ്ഥത ആവശ്യമില്ല എന്നുള്ളത് എല്ലാ കാലത്തും ഇന്ത്യയുടെ നിലപാടാണ്. അത് ഏത് സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും ഇന്ത്യയുടെ നിലപാട് അതുതന്നെ ആയിരുന്നു. അല്ലാതെ ഇന്ത്യയെ അടിച്ചു താഴ്ത്തി അങ്ങ് മുട്ടയിൽ വിറപ്പിക്കാം എന്നൊക്കെയുള്ള അമേരിക്കയുടെ ചിന്താഗതികൾ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. എന്തായാലും അങ്ങനെ ഇന്ത്യയെ ചെറയാൻ വന്നിട്ട് മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. അതാണ് ഇപ്പോൾ 1999 കാർഗിലിന്റെ യുദ്ധസമയത്ത് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഇത് രണ്ടിലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഈ മൂന്നാമത്തെ പ്രശ്നത്തിൽ പുൽവാമയിൽ ഒരിക്കലും അമേരിക്കയുടെ ഒരു പങ്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടും പക്ഷേ ഈ രണ്ട് സമയത്തും അമേരിക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നോബൽ സമ്മാനത്തിന് വേണ്ടി ഇത്ര അധികം കടിപിടി കൂടുന്നത്. പക്ഷെ അത് ആ ഫോൺ കോൾ എടുക്കാൻ പോലും തയ്യാറായില്ല. അപ്പോൾ ഈ ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഒന്നും തന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ട്രംപ് താരിഫ് വെച്ച് നമ്മളെ ഇതാക്കാൻ തുടങ്ങിയത്. ആദ്യം 25%, പിന്നെ അത് 50%. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ മറ്റേ ചൈനയ്ക്ക് നേരെയൊക്കെ 200% താരിഫുണ്ട്, റഷ്യയ്ക്ക് ഉപരോധങ്ങളുണ്ട്. അപ്പോൾ ഈ മൂന്ന് ശക്തികളും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരിക എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഒരു വ്യാപാര യുദ്ധം അമേരിക്കയുമായി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ചോദിക്കാനുള്ളത്. അമേരിക്ക പ്രതിസന്ധിയിലേക്ക് വീഴും. അത് മുൻപ് തന്നെ അമേരിക്കയുടെ മുൻ ഉപദേഷ്ടാക്കൾ ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ത്യയൊക്കെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്ന്. കാരണം ഇന്ത്യ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ്, വലിയ മാർക്കറ്റാണ്, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ ചെയ്യുന്നത്, അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഉള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, അത് വലിയ വിപത്ത് തന്നെ ഉണ്ടാക്കും എന്ന് ഇപ്പോൾ അമേരിക്കയിലെ മുൻ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി അടുക്കും, അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ട്രംപ് അത് തിരിച്ചറിയണമെന്നും ഇപ്പോഴത്തെ നിലപാടുകൾ മയപ്പെടുത്തണമെന്നുമാണ് അവർ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. നമുക്കറിയാം, പഴയ പ്രതാപമൊന്നും ഇന്ന് അമേരിക്കയ്ക്കില്ല. അമേരിക്ക സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ്. അത് നമ്മൾ കൊറോണ സമയത്ത് കണ്ടതാണ്. കാരണം മരുന്നില്ലാത്ത ആശുപത്രികളിൽ രോഗികൾ കുന്നുകൂടുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അവരുടെ മറ്റേ മനുഷ്യ ശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു.
അപ്പോൾ അമേരിക്ക ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ താരിഫ് കൂട്ടിയിരിക്കുന്നത്. താരിഫ് കൂട്ടിയിട്ട് ഒരുപാട് വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞു. വലിയ രീതിയിൽ സമ്പത്ത് കൊണ്ടുവരാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ട്രംപ് പ്രഖ്യാപിച്ചത് അമേരിക്ക എല്ലാവരെയും വഴിവിട്ട് സഹായിക്കുന്നത് അങ്ങ് നിർത്താൻ പോകുകയാണ്, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്, വലിയ സമ്പത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പക്ഷെ ആദ്യം ട്രംപിന്റെ നിലപാട് എല്ലാ രാജ്യങ്ങൾക്കും ആയുധം കൊടുത്ത് സഹായിക്കുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെ ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ അതിന് തയ്യാറാകുന്നില്ല. എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി തകർന്നടിഞ്ഞു എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു നീക്കമാകാം. പക്ഷെ അത് മറ്റു രാജ്യങ്ങളെ എതിർത്തുകൊണ്ടാകരുത്, നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. പക്ഷേ ട്രംപ് സ്വീകരിക്കുന്നത് ഇനിയും ഒരു തിരിച്ചുവരവ് എന്തായാലും ട്രംപിനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് അമേരിക്കയെ പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, ഡെവലപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ നൊബേൽ സമ്മാനം, അത് പോകുമ്പോൾ ഒരു സമ്മാനം വേണം എന്നുള്ളതാണ്. അതിമോഹമാണ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഈ ചിന്തകളൊക്കെ കൊണ്ടാണ് ഈ കൈവിട്ട കളിക്ക് അമേരിക്ക നിൽക്കുന്നത്. പക്ഷേ അവിടെയും അമേരിക്ക ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെക്കാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപക്ഷെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ചൈന. സാമ്പത്തികമായി ചൈനയെ അടിച്ചിടാൻ ഇപ്പോൾ ഒരു രാജ്യങ്ങൾക്കും കഴിയാത്ത അവസ്ഥയാണ്. അത്രത്തോളം വലിയ ഡെവലപ്മെന്റ് ആണ് ചൈനയ്ക്കുള്ളത്. ഇത് തിരിച്ചറിയാതെയാണ് ട്രംപ് ഈ കളിയെല്ലാം കളിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ചൈനയോട് കൂടി റഷ്യ വളരെ അടുക്കാനാണ് പോകുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. നമ്മളോട് ചൈന അടുക്കുന്നു എന്ന് പറയുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങളും അസാരസ്യങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു വഴി തന്നെയാണ്. പക്ഷേ നമ്മൾ ചൈനയെ കരുതിയിരിക്കുകയും വേണം. കാരണം അവരുടെ രീതികൾ എന്താണെന്ന് നമുക്കറിയാം. പാകിസ്ഥാന്റെ മറ്റൊരു വെർഷനാണ് ചൈന. അതുകൊണ്ട് തന്നെ ചതി എപ്പോൾ വേണമെങ്കിലും പുറത്തെടുക്കാൻ അവർക്കറിയാം. ഷീ ജിൻപിങ് അങ്ങനത്തെ ഒരു നേതാവുമാണ്. ഈ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഈ പറയുന്ന ഷീ ജിൻപിങ്ങും ഒക്കെ ഏകദേശം ഒരേ ലെവലിലാണ്. പിന്നെ മറ്റേത് രണ്ടു കൂട്ടരോടും റഷ്യക്ക് മറ്റേ കിമ്മിനോടും അതിന് കാരണങ്ങളുണ്ട്. കാരണം ആയുധ കച്ചവടം ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഈ കുറച്ച് ടെററായിട്ടുള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നത് പുടിൻ ഒരു താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ റഷ്യക്കെതിരെ അമേരിക്ക രണ്ട് പറയാൻ തയ്യാറാകുമായിരിക്കും, പക്ഷേ ഉത്തര കൊറിയക്കെതിരെ പറയാൻ തയ്യാറാവില്ല. അപ്പോൾ അതൊക്കെ ഒരു കാരണമാണ്. അങ്ങനെയാണ് ഈ ചൈന നമ്മളോട് അടുക്കുമ്പോൾ നമ്മൾ ഒരു വശത്തുകൂടി ശ്രദ്ധിക്കുകയും വേണം, മറ്റൊരു വശത്തുകൂടിയും നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി വികസനം അവരുമായി ചേർന്ന് വലിയ വികസനത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയും. കാരണം അത്രത്തോളം സ്കില്ലുള്ള ഒരു രാജ്യമാണ് ചൈന. നമുക്ക് പഠിച്ചെടുക്കാൻ ഒരുപാടുണ്ട്, ഒരുപാട്. കാരണം ഒരുപാട് നമുക്ക് അവിടെ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. ഇങ്ങോട്ടുള്ള വ്യാപാരം പോലെ തന്നെ നമുക്ക് തിരിച്ചും വ്യാപാര ബന്ധങ്ങൾ വലുതാക്കിയെടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഒരുപാട് വളർച്ച വരാൻ. കാരണം റഷ്യയുമായിട്ടൊക്കെ ടൂറിസം രംഗത്ത് ഒരുപാട് വളർച്ച വന്നിട്ടുണ്ട്. അത് ഇന്ത്യക്കും അത് വളരെയധികം, അതുപോലെ സാംസ്കാരികപരമായിട്ടും ഒരുപാട്. തന്നെയല്ല, മറ്റൊരു കാര്യം, ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരു വലിയ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് UN എപ്പോഴും നമുക്കിട്ട് പണിയുന്നത് ചൈനയായിരുന്നു. ഇന്ത്യക്ക് എന്ത് നല്ല കാര്യം വന്നാലും അതിനെ വീറ്റോ ചെയ്യാൻ മുന്നിൽ നിന്നിരുന്നത് ചൈനയാണ്. അപ്പോൾ അത് ഈ സൗഹൃദം കൂടുതൽ മെച്ചപ്പെടുമ്പോൾ കുറച്ച് അടുപ്പം കാണിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് ചൈനയ്ക്ക് നമ്മളോട് അടുപ്പം ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമുണ്ട്. തന്നെയല്ല, ചൈനയുടെ വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അത്തരത്തിൽ അവർക്കും നമ്മളെ ആവശ്യമുണ്ട്, നമുക്കും അവരെ ആവശ്യമുണ്ട്. പക്ഷെ ചതികൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയും വേണം. അങ്ങനെ അടപടലം തകർന്നു വീഴുന്നത് ഇപ്പോൾ ട്രംപാണ്. പക്ഷേ മറ്റു രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ പല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു ലോകക്രമം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ട്രംപിന്റെ അതിമോഹവും ട്രംപിന്റെ മണ്ടത്തരങ്ങളും ഒക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ ഗുണകരമാകുകയാണ്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം.